ഹലോ, വെൽക്കം ബാക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP ഡിഗ്രി പ്രോഗ്രാം സെക്കൻഡ് സെമസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ മേജർ കോഴ്സായ റീഡിംഗ് ഫിക്ഷനിലെ എക്സേർട്സ് ഫ്രം ദ കളർ പേർപ്പിൾ ബൈ ആലീസ് വാക്കർ. ആലീസ് വാക്കറിൻ്റെ ദ കളർ പേർപ്പിൾ എന്ന് പറയുന്ന നോവലിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലെറ്റ്സ് ഗോ ത്രൂ ദം. So before that we need to look into the introduction of Alice Walker. Alice Walker, she is an American author, poet, short story writer and social activist. ഒരു അമേരിക്കൻ ഓതറാണ്, പോയിറ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. ഈ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, അമേരിക്കയിലെ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വിമൻ എഴുത്തുകാരിയായിരുന്നു ആലീസ് വാക്കർ എന്ന് പറയുന്നത്. കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള അമേരിക്കൻ വംശജയായിരുന്നു ആലീസ് വാക്കർ. ആൻഡ് ഷി വാസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ വിമൻ ടു റിസീവ് ദ പുലിറ്റ്സർ പ്രൈസ് ഫോർ ഫിക്ഷൻ അവാർഡഡ് ഫോർ ഹെർ നോവൽ ദ കളർ പേർപ്പിൾ. ഏറ്റവും വലിയൊരു റെക്കഗ്നീഷനാണ് അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരിൽപ്പെട്ട എഴുത്തുകാർക്ക്, സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാർക്ക് ആദ്യമായിട്ട് പുലിറ്റ്സർ പ്രൈസ് കിട്ടുന്നത് ആലീസ് വാക്കർക്കാണ്. അത് 1982 അവളുടെ നോവലായിട്ടുള്ള ദ കളർ പേർപ്പിൾ എന്ന് പറയുന്ന നോവലിനാണ് ആ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പുലിറ്റ്സർ പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലിറ്ററേച്ചറിനെ സംബന്ധിച്ച് നൊബേൽ പ്രൈസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മികച്ച ഒരു അവാർഡാണ് പുലിറ്റ്സർ പ്രൈസ്. അതിനോടൊപ്പം നിൽക്കുന്ന മറ്റൊരു അവാർഡാണ് ബുക്കർ പ്രൈസ്, അല്ലേ? അപ്പോൾ പുലിറ്റ്സർ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ വനിതാ എഴുത്തുകാരിയാണ് ആലീസ് വാക്കർ. ഇനി നമുക്ക് പഠിക്കാനുള്ള ദ കളർ പേർപ്പിൾ എന്ന് പറയുന്ന നോവൽ. ആ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, എല്ലാ കഥാപാത്രവും നമ്മൾ ഇവിടെ പറയുന്നില്ല, മറിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടുത്താം. ഇതിലെ പ്രൊട്ടോഗണിസ്റ്റ് എന്ന് പറയുന്നത് സെലിയാണ്. സെലി ഈസ് എ പുവർ ആഫ്രിക്കൻ അമേരിക്കൻ ഗേൾ. വളരെ പാവപ്പെട്ട ഒരു ആഫ്രിക്കൻ അമേരിക്കൻ പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ ഒട്ടനവധി പീഡനങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ ഏതൊക്കെ അവസ്ഥയിലൂടെയാണോ ശരിക്കും കടന്നു പോയിട്ടുള്ളത്, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്കിവിടെ സെലിയെ കാണാം. ഈവൻ ഷി വാസ് റേപ്ഡ് ബൈ ഹെർ ഓൺ ഫാദർ. സ്വന്തം അച്ഛനിൽ നിന്ന് തന്നെ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു സെലി. പിന്നീട് അവൾ വിവാഹം ചെയ്യുന്നതാണെങ്കിലോ വളരെ അബ്യൂസീവായിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. മിസ്റ്റർ ഡാഷ് എന്ന കഥാപാത്രം വളരെ അബ്യൂസീവായിട്ടുള്ള ഇവളെ ഒരു വീട്ടുജോലിക്കാരി എന്നുള്ള രീതിയിൽ അവളുടെ സ്വാതന്ത്ര്യത്തെയും ഐഡൻറ്റിറ്റിയും ഒന്നും ബഹുമാനിക്കാത്ത ഒരു ഭർത്താവിൻ്റെ കീഴിലുള്ള ഒരു ജീവിതം നയിച്ചിരുന്നൊരു പെൺകുട്ടിയാണ് സെലി എന്ന് പറയുന്നത്. സെലിയുടെ സിസ്റ്ററാണ് നെറ്റി. നമുക്കറിയാം, ഈ ഒരു നോവല് കത്തുകളിലൂടെയാണ്, എപ്പിസ്റ്റലറി നോവലാണ്, അല്ലേ? അപ്പോൾ ഈ സെലി ദൈവത്തിന് കത്തയക്കുന്നു, പിന്നെ നമ്മുടെ സിസ്റ്ററായിട്ടുള്ള നെറ്റിക്ക് ധാരാളം കത്തുകൾ അയക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം മിസ്റ്റർ ആൽബർട്ടാണ്. ആൽബർട്ട് എന്ന് പറയുന്നത് സെലിയുടെ അബ്യൂസീവായിട്ടുള്ള ഹസ്ബൻഡാണ്. ഞാൻ സൂചിപ്പിച്ചു, യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം, ഒരു മനുഷ്യ സ്ത്രീയാണ് എന്ന പരിഗണന പോലും കൽപ്പിക്കാത്ത ഒരു ഭർത്താവായിരുന്നു മിസ്റ്റർ ഡാഷ് എന്നറിയപ്പെടുന്നത്. ഈ ആൽബർട്ട് എന്നുള്ളത് അയാളുടെ ഒരു പേരാണ്, പക്ഷേ നോവലിലുടനീളം മിസ്റ്റർ ഡാഷ് എന്നാണ് അയാളെ സൂചിപ്പിച്ചിട്ടുള്ളത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ഷഗ് എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ സിംഗറാണ്, റൈറ്റ്? ഒരു സിംഗറാണ്. സിംഗർ സെലിയുമായിട്ട് വളരെ ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ഈ സെലിക്ക് ഒരു ഐഡൻറ്റിറ്റി, സ്വാതന്ത്ര്യം എന്നീ ആഗ്രഹങ്ങൾ കൊടുക്കുന്നതും അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ ഷഗ്ഗാണ്. ഷഗ്ഗുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയാണ് സെലി എന്ന് പറയുന്ന കഥാപാത്രത്തിന് സംഭവിക്കുന്ന പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാവുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം സോഫിയ ആണ്. സോഫിയ ഈസ് ദ ഫസ്റ്റ് വൈഫ് ഓഫ് ഹാർപ്പോ. അപ്പോൾ ഹാർപ്പോ ആരാന്ന് കൂടി നമ്മൾ പഠിക്കണം. ഹാർപ്പോ എന്ന് പറയുന്നത് മിസ്റ്റർ ഡാഷിൻ്റെ ഓൾഡസ്റ്റ് സണ്ണാണ്. മിസ്റ്റർ ഡാഷിൻ്റെ ആദ്യ ഭാര്യയിൽ ഉള്ള മകനാണ് മിസ്റ്റർ ഹാർപ്പോ എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പോൾ മിസ്റ്റർ ഡാഷിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് സെലി എന്ന് പറയുന്നത്. ദെൻ പിന്നീട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പേര് സ്ക്യൂക്ക് എന്ന് പറയുന്നത് ഹാർപ്പോയുടെ സെക്കൻഡ് ഭാര്യയാണ്. അപ്പച്ചനെ പോലെ തന്നെയാണ് മകനും, വലിയ മാറ്റമൊന്നുമില്ല. ഹാർപ്പോയുടെ ആദ്യ ഭാര്യ സോഫിയാണ്, ഹാർപ്പോയുടെ രണ്ടാമത്തെ ഭാര്യ സ്ക്യൂക്കാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം എലൈനർ ജെയിൻ. എലൈനർ ജെയിൻ എന്ന് പറയുന്നത് അവിടെയുള്ളൊരു മേയർ, ഒരു പ്രഭു കുടുംബത്തിലെ മകളാണ് എലൈനർ ജെയിൻ എന്ന് പറയുന്നത്. ഈ എലൈനർ ജെയിനെ വളർത്തി വലുതാക്കിയത് സോഫിയ ആണ്. സോഫിയ ഈ മേയറുടെ വീട്ടിലെ ജോലിക്കാരിയായിട്ട് 11 വർഷം 11 വർഷവും 6 മാസവും കഴിയേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത് അവൾക്കൊരു പണിഷ്മെൻ്റായിട്ട് കിട്ടിയതാണ്. റൈറ്റ്. ഒരു 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 പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ കുറ്റം ചെയ്താൽ ജയിൽ ശിക്ഷ ഉണ്ടല്ലോ, ആ ജയിൽ ശിക്ഷയ്ക്ക് പകരം അവൾക്ക് കിട്ടിയ പണിഷ്മെൻറ്റ് മേയറുടെ കുടുംബത്തിലെ മെയ്ഡ് സെർവൻ്റായിട്ട് മാറുക എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ എലൈനർ ജെയിൻ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കിയതൊക്കെ സോഫിയ ആണ്. ദെൻ അനദർ ക്യാരക്ടർ ഗ്രാഡി. ഗ്രേഡി എന്ന് പറയുന്നത് ഹസ്ബൻഡ് ടു ഷെഗിൻ്റെ ഹസ്ബൻഡാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നു. വീണ്ടും പറയുന്നു, സെലി എന്ന് പറയുന്നത് പ്രൊട്ടോഗണിസ്റ്റാണ്. സെലിയുടെ സിസ്റ്ററാണ് നെറ്റി. സെലിയുടെ ഒരു ഹസ്ബൻഡ്, അബ്യൂസീവ് ഹസ്ബൻഡാണ് ആൽബർട്ട് എന്ന് പറയുന്നത്. ഷെഗ് എന്ന് പറയുന്നത് സെലിയുടെ വഴികാട്ടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഷെഗ് ഒരു സിംഗറാണ് അല്ലേ. പിന്നെ സോഫിയ എന്ന് പറയുന്നത് ഹാർപ്പോയുടെ ഭാര്യയാണ്. ഹാർപ്പോയ്ക്ക് മറ്റൊരു ഭാര്യ കൂടിയുണ്ട്, രണ്ടാമത്തെ ഭാര്യ സ്ക്വീക്ക്. ഹാർപ്പോ എന്ന് പറയുന്നത് മിസ്റ്റർ ഡാഷിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മകനാണ്, വളർത്തിയത് സെലിയോ ആണ് അല്ലേ. എലൈനർ ജെയിൻ എന്ന് പറയുന്നത് സോഫിയ വളർത്തി വലുതാക്കിയ മേയറിൻ്റെ മകളാണ്. ഗ്രേഡി എന്ന് പറയുന്നത് ഷെഗിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഭാഗങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ നോവലിലെ ചില അധ്യായങ്ങൾ മാത്രമാണ് പഠിക്കുന്നതെങ്കിലും ഈ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, അവർ തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ മാത്രമാണ് നമുക്കതിലേക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കൂ. ഓക്കെ, ബാക്കി നോക്കാം. ഇനി നമുക്കിവിടെ പറയേണ്ടത് എപ്പിസ്റ്റലറി നോവലാണ്. എപ്പിസ്റ്റലറി നോവൽ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന നോവലാണ് നമുക്ക് പഠിക്കാനുള്ള ദ കളർ പർപ്പിൾ എന്ന് പറയുന്നത്. എപ്പിസ്റ്റലറി നോവൽ ഈസ് എ ഫിക്ഷണൽ സ്റ്റോറി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്, ഡോക്യുമെൻറ്റ്സ് ആൻഡ് അതർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതായത് ഡയറി എൻട്രി, ഡോക്യുമെൻറ്റ്സ്, ലെറ്റർ. അപ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് കത്തുകളായിട്ടാണ്. കത്തുകൾ എഴുതുന്ന ആൾ നമ്മളെ പ്രൊട്ടോഗണിസ്റ്റ് ആയിട്ടുള്ള സെലിയാണ്. ആർക്കാണ് കത്ത് എഴുതുന്നത്? ഞാൻ പറഞ്ഞിരുന്നു, ദൈവത്തിനാണ് കത്ത് എഴുതുന്നത് അല്ലേ. അങ്ങനെ കുറേ കാലം ദൈവത്തിന് കത്ത് എഴുതിയപ്പോൾ മറുപടി ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് അവൾ ദൈവത്തിന് കത്ത് എഴുതൽ അവസാനിപ്പിച്ച് സിസ്റ്ററായിട്ടുള്ള നെറ്റിക്ക് കത്ത് എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അവൾ അയക്കുന്ന കത്തുകളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് അല്ലേ. ദ വേർഡ് എപ്പിസ്റ്റലറി കംസ് ഫ്രം ദ ലാറ്റിനൈസ്ഡ് ഗ്രീക്ക് വേർഡ് ഫോർ ലെറ്റർ എന്നർത്ഥം വരുന്ന ഒരു ലാറ്റിനൈസ്ഡ് ഗ്രീക്ക് വേർഡാണ് എപ്പിസ്റ്റൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എപ്പിസ്റ്റൽ എന്നർത്ഥം വരുന്ന ഒരു ലാറ്റിൻ ഗ്രീക്ക് വേർഡായിട്ടുള്ള എപ്പിസ്റ്റൽ എന്നുള്ള വാക്കിൽ നിന്നാണ് എപ്പിസ്റ്റലറി എന്ന് പറയുന്നൊരു പദം ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ദ കളർ പർപ്പിൾ എന്ന് പറയുന്ന നോവൽ കത്തുകളിലൂടെയാണ്, നെറ്റ് എഴുതുന്ന കത്തുകളിലൂടെയാണ് പ്ലോട്ട് റിവീൽ ആവുന്നത്. കഥ നമ്മളോട് പറയുന്നത് ആ കത്തുകളിലൂടെയാണ്. വേറെ എക്സാമ്പിളുകളുണ്ട്. പമേല എന്ന് പറയുന്ന ഒരു നോവൽ, വിർച്യു റിവാർഡഡ് ബൈ സാമുവൽ റിച്ചാർഡ്സൺ അല്ലേ. പമേല, അതിൻ്റെ സബ് ടൈറ്റിലാണ് വിർച്യു റിവാർഡഡ് ബൈ സാമുവൽ റിച്ചാർഡ്സൻ്റെ. പിന്നെ ക്ലാരിസ എന്ന് പറയുന്ന ഒരു നോവൽ, അതും സാമുവൽ റിച്ചാർഡ്സൺ ആണ്. റൈറ്റ്. അങ്ങനെ ചില നോവലുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആനി ഫ്രാങ്കിൻ്റെ ഡയറി കണ്ടിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ വരാവുന്നതാണ്. പക്ഷെ അതൊരു ഫിക്ഷനല്ല എന്ന് മാത്രം. സോ അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള എപ്പിസ്റ്റലറി നോവലാണ് ദ കളർ പർപ്പിൾ. ഇനി കളർ പർപ്പിൾ എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. എന്താണ് അതിനകത്തുള്ളത്, അതിൻ്റെ ഒരു മേജറായിട്ടുള്ള തീംസ് എന്തൊക്കെയാണ്, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. An epistolary novel, it depicts the growing up and self-realization of an African American woman between 1909 and 1947 in a town in rural Georgia. Its main character, Sally, survives rape and abuse at the hands of her father and her husband, and separation from her children and sister to find love with another woman. നോക്കുക, ഇതൊരു എപ്പിസ്റ്റലറി നോവലാണെന്ന് പറഞ്ഞു. ഇറ്റ് ഡെപ്പിക്സ് ദ ഗ്രോയിങ് അപ്പ് ആൻഡ് സെൽഫ് റിയലൈസേഷൻ ഓഫ് ആൻ ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ ബിറ്റ്വീൻ 1909 ആൻഡ് 1947 ഇൻ എ ടൗൺ ഇൻ റൂറൽ ജോർജിയയിലെ ഒരു റൂറൽ ഏരിയയിലുള്ളൊരു ടൗണിൽ ജീവിക്കുന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കൻ പെൺകുട്ടി അല്ലേ. ആ പെൺകുട്ടിയുടെ 1909 മുതൽ 1947 വരെയുള്ള ജീവിതം,
ആൻഡ് സെൽഫ് റിയലൈസേഷൻ അല്ലേ. അവൾ ഈ പറയുന്ന ഒരു ഐഡൻറ്റിറ്റി, താൻ ആരാണ്, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം അല്ലെ, ഒരു ജീവിതമൊക്കെ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ആ പീഡാനുഭവങ്ങളിൽ നിന്നും അവളുടെ ഐഡൻറ്റിറ്റിയിലേക്ക് എത്തുന്ന ആ ആ സെൽഫ് റിയലൈസേഷൻ്റെ യാത്രയുടെ കഥയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇറ്റ്സ് മെയിൻ ക്യാരക്ടർ പറഞ്ഞു, ദ പ്രൊട്ടോഗണിസ്റ്റ് സെലി സർവൈവ്സ് എ റേപ്പ് ആൻഡ് അബ്യൂസ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ഹർ ഫാദർ അല്ലെ. സ്വന്തം പിതാവിൽ നിന്നും റേപ്പ് അറ്റംപ്റ്റ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് അബ്യൂസ് ഫ്രം ദ ഹസ്ബൻഡ് അല്ലേ, ഹസ്ബൻഡിൽ നിന്നും അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സെപ്പറേഷൻ ഫ്രം ഹെർ ചിൽഡ്രൻ, സ്വന്തം മക്കളെ വിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, മക്കളെയും സ്വന്തം സിസ്റ്ററായിട്ടുള്ള നെറ്റിയെയും. ആൻഡ് ഫൈനലി ടു ഫൈൻഡ് ലവ് വിത്ത് അനദർ വുമൺ അല്ലേ, മറ്റൊരു സ്ത്രീയുമായിട്ട് പ്രണയത്തിലാവുന്ന ഒരു 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 കഥാപാത്രത്തെയാണ് നമ്മൾ കാണുന്നത്. ആ മറ്റൊരു സ്ത്രീ എന്ന് പറയുന്നത് ആരുമല്ല, ഇവൾക്ക് ജീവിതത്തിൻ്റെ വെളിച്ചം കാട്ടിക്കൊടുത്ത ഷഗ് എന്ന് പറയുന്ന ആ ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ, ആ സിംഗർ, ഗായികയാണ് ഇവൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് അല്ലേ. സ്വാതന്ത്ര്യം എന്താണെന്ന് വിളിച്ചോതി കൊടുക്കുന്ന ആ ഷഗ്ഗുമായി പ്രണയത്തിലാവുന്നതാണ് ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത്. The color purple touches on several main important themes. Let's look into the themes which deals. നോക്കുക, കളർ പർപ്പിൾ ഡീൽ ചെയ്യുന്ന തീംസ്. റിലീജിയൻ, മതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. റേസ്, വർഗത്തെക്കുറിച്ച്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു അപ്പാർത്തീഡ് എന്നുള്ള പദമൊക്കെ നമ്മൾ ധാരാളം കേട്ടതാണ്. ആ വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സെക്ഷുവാലിറ്റി അല്ലേ, അവൾ നേരിടേണ്ടി വന്നിരുന്ന പീഡനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സെക്സിനെക്കുറിച്ച് പറയുന്നുണ്ട്. then different kinds of violence that comes with being a black woman in the south അല്ലേ. അതായത് ഒരു ബ്ലാക്ക് വുമൺ എന്നുള്ള രീതിയിൽ, ഒരു ബ്ലാക്ക് വുമൺ എന്ന രീതിയിൽ അവൾ നേരിടേണ്ടി വരുന്ന പല വിധത്തിലുള്ള പീഡനങ്ങൾ, ആ പീഡനങ്ങൾ ഇതിൻ്റെ ഇതിവൃത്തമായിട്ട് മാറുന്നു. വി സീ സെലി സ്ട്രഗിൾ വിത്ത് ഹെർ ഫെയ്ത്ത്, റൈറ്റിംഗ് ലെറ്റേഴ്സ് ടു ഗോഡ് ആൻഡ് ലോസിങ് ട്രസ്റ്റ് ഇൻ ഹിം അണ്ടിൽ ഷഗ് ഹെൽപ്സ് ഹർ. നോക്കുക, വി സി സെലി സ്ട്രഗിൾ വിത്ത് ഹെർ ഫെയ്റ്റ്, അവളുടെ ഒരു വിശ്വാസം, റിലീജിയൻ, മതപരമായിട്ടുള്ള ദൈവത്തിലുള്ള വിശ്വാസവുമായിട്ട് അവൾ സ്ട്രഗിൾ ചെയ്യുന്നതും, ആ ദൈവത്തിന് കത്തുകൾ അയക്കുന്ന സെലിയെയും നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഏതുവരെ? ലോസിങ് ട്രസ്റ്റ് ഇൻ ഹിം, ആ ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെടുകയും, അണ്ടിൽ ഷഗ് ഹെൽപ്സ് ഹെർ അല്ലേ, ഷഗ് എന്ന് പറയുന്ന സ്ത്രീ ഇവളെ സഹായിക്കുന്നത് വരെയും അവൾ ആര് വിശ്വസിച്ചിരുന്നു? ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു അല്ലേ. പിന്നീട് ആ ദൈവത്തിലെ എന്താ പറയുക, വിശ്വാസം നഷ്ടമാവുകയും അവൾ ദൈവത്തിന് കത്തയക്കുന്നത് അവസാനിപ്പിക്കുകയും സ്വന്തം സിസ്റ്ററായിട്ടുള്ള നെറ്റിക്ക് കത്തുകൾ അയക്കുന്നതുമായിട്ടും മാറുന്നു. പിന്നീടാണ് ഷഗ് എന്ന് പറയുന്ന കഥാപാത്രവുമായിട്ടുള്ള ഒരു അടുപ്പം സ്ഥാപിക്കുന്നതും ഇവളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വരുന്നതും ആ കഥാപാത്രത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. ഇത്രയാണ് നമ്മൾ ഈ കളർ പർപ്പിൾ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ചുരുക്കിയിട്ടുള്ള ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം നോക്കാം. നമുക്ക് പഠിക്കാനുള്ളത് ഏകദേശം 73-ാമത്തെ ലെറ്റർ മുതലുള്ള ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ഭാഗത്തിൻ്റെ സമ്മറിയാണ് ഈ ഒരു ഭാഗത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. സെലി ടെൽസ് ഷഗ് ദാറ്റ് നോ ലോങ്ങർ റൈറ്റ്സ് ടു ഗോഡ്, ഷീ റൈറ്റ്സ് ടു നെറ്റി. ദിസ് ലെറ്റർ ഈസ് അഡ്രസ്ഡ് ടു നെറ്റി. Sally says that God would never listen to a poor black woman, that God has not listened to her throughout her life. Thus, she desires to write someone like Nettie who might actually one day read her letters. അങ്ങനെ നെറ്റിക്ക് അയക്കുന്ന കത്തിലാണ് ഈ കാര്യം ഇവൾ പറയുന്നത്. അതായത് ഇവൾ ഷഗ്ഗിനോട് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് ആ കത്തിൽ വിവരിക്കുന്നത്. സെലി ടെൽ ഷഗ് ദാറ്റ് നോ ലോങ്ങർ റൈറ്റ്സ് ടു ഗോഡ്, ഞാൻ ഇനി ഒരിക്കലും ദൈവത്തിന് കത്തെഴുതില്ല. ഷീ റൈറ്റ്സ് ടു നെറ്റി അല്ലേ. ഇനി മുതൽ സെലി ആർക്കാണ് കത്തെഴുതുക? നെറ്റി. നെറ്റി ഈസ് ദ സിസ്റ്റർ. ദിസ് ലെറ്റർ ഈസ് അഡ്രസ് ടു നെറ്റി. ഈ കത്തുമാർക്കാണ് നമ്മൾ പഠിക്കുന്ന ഈ കത്തുമാർക്കാണ് അയച്ചിട്ടുള്ളത്? നെറ്റിക്കാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. നെറ്റി സെയ്സ് ദാറ്റ് God would never listen to a poor black woman, that God has not listened to her throughout her life. Sally says that God would never listen to a poor black woman. ദൈവം ഒരിക്കലും ഒരു കറുത്തവർഗക്കാരിയായിട്ടുള്ള പാവം പിടിച്ച പെൺകുട്ടിയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ വാക്കുകൾ കേൾക്കില്ല എന്നുള്ളതാണ്. ഒരിക്കലും ആരുടെ വാക്കുകൾ കേൾക്കില്ല? ഒരു കറുത്തവർഗക്കാരിയായിട്ടുള്ള പെൺകുട്ടിയുടെ വാക്ക് കേൾക്കില്ല. ഗോഡ് ഹാസ് നോട്ട് ലിസൺ ടു ഹെർ ത്രൂ ഔട്ട് ഹെർ ലൈഫ്. അവൾ ജീവിതകാലം മുഴുവൻ ഒരുപാട് കത്തുകൾ അയച്ചു അല്ലേ, പക്ഷേ ഒരു കത്ത് പോലും ആര് തന്നിട്ടില്ല? ദൈവം മറുപടി തന്നിട്ടില്ല. Thus, she desires to write to someone like Nettie
ഹു മൈറ്റ് ആക്ച്വലി വൺ ഡേ റീഡ് ഹെർ ലെറ്റേഴ്സ്. അങ്ങനെയാണ് അവൾ എന്ത് ചെയ്യുന്നത്, ദൈവത്തിന് കത്തുകൾ അയക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതും തൻ്റെ സിസ്റ്ററായ നെറ്റിയെ പോലെ ഒരാൾക്ക് കത്തുകൾ അയക്കാൻ തീരുമാനിക്കുന്നതും. കാരണം അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരു ദിവസം, ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം നെറ്റി താൻ അയച്ച കത്തുകൾ വായിക്കും എന്നെങ്കിലും അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ദൈവം തൻ്റെ കത്തുകൾ വായിക്കുമെന്ന് ഒരു പ്രതീക്ഷയും സെലിക്ക് ഉണ്ടായിരുന്നില്ല. സെലി ആൻഡ് ഷഗ് ഹാവ് എ ഡിസ്കഷൻ അബൌട്ട് റിലീജിയൻ. അപ്പോൾ ഇങ്ങനൊരു അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരാൻ ദർ വാസ് എ ഡിസ്കഷൻ ബിറ്റ്വീൻ സെലി ആൻഡ് ഷഗ് about religion. After Sally decided to stop writing to God, ആ ഡിസ്കഷന് ശേഷമാണ് സെലി ദൈവങ്ങൾക്ക് കത്തെഴുതുന്നത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഷഗ് തൻ്റേതായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, മതത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, അല്ലേ. ഷഗ് സേസ് ദാറ്റ് ജസ്റ്റ് ബിക്കോസ് ഷി ഹാസ് ബിഹേവ്ഡ് ഇമ്മോറലി ഇൻ ഹെർ ലൈഫ്, she is not without religion, and she tells Sally not to blaspheme against the God that she believes in. Shek says she believes God wants people to be happy, and that is the God she worships, not the God that White say she ought to believe in. ഇനി ഇവിടെ ഷെഗിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഷെഗിൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷെഗ് മതപരമായിട്ടോ അല്ലെങ്കിൽ ദൈവത്തെ ഭയന്നോ ജീവിക്കുന്ന ഒരാളല്ല. സമൂഹത്തിൻ്റെ സദാചാര ബോധങ്ങളെ ഭയന്ന് ജീവിക്കുന്ന ഒരാളും അല്ല ഷഗ്. അവൾക്ക് പല പുരുഷന്മാരുമായിട്ടും പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഓഫ് കോഴ്സ് ഷഗിനൊരു ഭർത്താവുണ്ട്, ഗ്രേഡി എന്ന് പറയുന്ന ഭർത്താവുണ്ട്. ആ ഭർത്താവല്ലാത്ത മറ്റു പുരുഷന്മാരുമായിട്ടും ചില ബന്ധങ്ങൾ ആർക്കുണ്ട്, ഷഗിനുണ്ട്. അപ്പോൾ വഴിവിട്ട ഒരു ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എന്നാൽ ഷീ ഈസ് കൺട്രോൾഡ് ഇൻ ഹെർ ഓൺ വേ, അല്ലേ. പൂർണ്ണമായിട്ടും എന്തല്ല, വഴിവിട്ടൊരു ജീവിതമല്ല. അപ്പോൾ അതാണ് ഇവൾ തന്നെ പറയുന്നത്, ഷീ ഹാസ് ബിഹേവ്ഡ് ഇമ്മോറലി ഇൻ ഹെർ ലൈഫ്, അല്ലേ. മോറൽ എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ട്, ഇമ്മോറലി മീൻസ് അധാർമികമായിട്ട്, ധാർമ്മികപരമല്ലാത്ത രീതിയിൽ ആര് ബിഹേവ് ചെയ്തിട്ടുണ്ട്, ഷഗ് അവളുടെ ജീവിതത്തിൽ ബിഹേവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് വിത്തൗട്ട് എ റിലീജിയൻ. താനൊരു മതത്തിൻ്റെയും സൃഷ്ടിയല്ല, അല്ലെങ്കിൽ താനൊരു മതത്തിലും ജീവിക്കുന്നില്ല. ഒരു മതവും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ ഇമ്മോറലായിട്ടുള്ള ഒരു ജീവിതം ആര് നയിക്കുന്നുണ്ട്, ഷഗ് നയിക്കുന്നുണ്ട്. പക്ഷെ ഷഗ് തന്നെ പറയുന്നു, അതുകൊണ്ട് സെലി യു ഷുഡ് നോട്ട് ബ്ലാസ്ഫമീം അഗെയിൻസ്റ്റ് ദ ഗോഡ് ദാറ്റ് ഷീ ബിലീവ്സ് ഇൻ. അതായത് ഷഗ് വിശ്വസിക്കുന്ന ദൈവത്തെ കളിയാക്കരുത് എന്ന് ഒരു വാണിംഗ് ഷഗ് സെലിക്ക് നൽകുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷഗ് മതപരമായിട്ട് വിശ്വാസം ഉള്ള ആളല്ല, പക്ഷേ അവൾ ആരിൽ വിശ്വസിക്കുന്നുണ്ട്, അവളൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലേ. ആ ദൈവം അവളുടേതായിട്ടുള്ളൊരു ദൈവമാണ്. ഷഗ് സെയ്സ് ഷി ബിലീവ്സ് ഗോഡ് വാണ്ട്സ് പീപ്പിൾ ടു ബി ഹാപ്പി. ഇനി ഷെഗിൻ്റെ അഭിപ്രായത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്, പീപ്പിൾ ടു ബി ഹാപ്പി, അല്ലേ. അതായത് ഓൾ പീപ്പിൾ ടു ബി ഹാപ്പി, എല്ലാ മനുഷ്യരും സന്തോഷത്തോടു കൂടിയിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ഗോഡ് ഷീ വർഷിപ്സ്. ആ ദൈവത്തിലാണ് ഷഗ് വിശ്വസിക്കുന്നത്, അല്ലേ. അതായത് എല്ലാ മനുഷ്യരും സന്തോഷത്തോടു കൂടിയിരിക്കണം എന്ന് പറയുന്ന ദൈവത്തിലാണ് ഷഗ് വിശ്വസിക്കുന്നത്. നോട്ട് ദ ഗോഡ് ദാറ്റ് വൈറ്റ് സേ ഷീ ഓട്ട് ടു ബിലീവ് ഇൻ. വൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളാണ്, അല്ലേ. വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ ഈ ദൈവത്തിൽ വിശ്വസിക്കണം എന്നുള്ളത്, അല്ലേ. അപ്പോൾ ആ വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ദൈവത്തിലല്ല ഷഗ് വിശ്വസിക്കുന്നത്, മറിച്ച് അവൾ അവളുടേതായിട്ടുള്ള ഒരു ദൈവസങ്കല്പം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കിയപ്പോൾ ദൈവം നമ്മൾ വേറെ എവിടെയും ചിന്തിക്കേണ്ട, സെലിയുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, അല്ലേ. സെലി ഒരു കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ആഫ്രിക്കൻ അമേരിക്കൻ പെൺകുട്ടിയാണ്. ചെറുപ്പത്തിൽ തന്നെ അച്ഛനിൽ നിന്നും ഒരു എന്താ പറയുക, ലൈംഗികമായിട്ടുള്ള ഉപദ്രവം നേരിടേണ്ടി വരുന്നു. പിന്നീട് കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ അടുത്തെത്തിയപ്പോൾ ഭർത്താവ് ഒരുപാട് അബ്യൂസ് ചെയ്യുന്നു. ഇതൊക്കെ ആര് കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ പറയപ്പെടുന്ന ദൈവം ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് എന്താ അറിയാം, സെലി ഹാപ്പി അല്ല എന്നറിയാം, അല്ലേ. അപ്പോൾ ആ ദൈവം ഇടപെടണ്ടേ. സോ ദിസ് ഈസ് ദ എന്താ പറയുക, ദ വേ ഷഗ് ഡിഫൈൻ ഗോഡ്, അല്ലേ. അപ്പോൾ മറ്റുള്ളവരുടെ
ദുരന്തം അല്ലെങ്കിൽ ദുരിതം ആസ്വദിക്കുന്ന ദൈവത്തിൽ തനിക്ക് വിശ്വാസമില്ല എന്നും എല്ലാ മനുഷ്യരും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിലാണ് താൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഷഗ് തൻ്റെ ആ ജീവിതത്തിൽ ഹാപ്പിയാണ് എന്നുള്ളതാണ്. അവൾ സന്തോഷത്തോടു കൂടിയിരിക്കാൻ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവളത് ചെയ്യുന്നു അല്ലേ. അതിന് സമ്മതിക്കുന്ന ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നും ഷഗ് പറയുന്നു. ഷഗ് ആ സെലി വാട്ട് ഹെർ ഗോഡ് ലുക്സ് ലൈക്ക്. എന്നിട്ട് ഷഗ് സെലിയോട് ചോദിക്കുക, നിൻ്റെ ദൈവത്തെ കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളത്. സെലി റിപ്ലൈസ് ദാറ്റ് ഹെർ ഗോഡ് ഈസ് എ വൈറ്റ് മാൻ. അല്ലേ, എന്താ, തൻ്റെ ഗോഡ് വെളുത്ത കളറാണ് എന്നാണ് പറയണത്. വെളുത്ത വർഗ്ഗക്കാരനാണെന്ന് വേണമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം. ഷഗ് സെയ്സ് ദിസ് ഈസ് ദ പ്രോബ്ലം. അതാണ് പ്രശ്നം എന്നാരും പറയുന്നു. ഷഗ് ദാറ്റ് ഗോഡ് ക്യാൻ ബി വാട്ട് എവർ ഷീ വാണ്ട്സ് and that Sally ought not to internalize a conception of God that is foreign to her, created by white people. നോക്കുക, അപ്പോൾ ഷെലിയോട് ഷഗ് പറയുന്നത് എന്താ, ദിസ് ഈസ് ദ പ്രോബ്ലം അല്ലേ. എന്തിനാണ് നീ ദൈവത്തെ ഒരു വെളുത്ത വർഗ്ഗക്കാരനായിട്ട് സങ്കല്പിക്കുന്നത്? ദൈവത്തെ എന്തുകൊണ്ട് നിനക്കിഷ്ടമുള്ള രീതിയിൽ സങ്കല്പിച്ചുകൂടാ അല്ലേ. ആൻഡ് ദാറ്റ് സെലി ought not to internalize a conception of God that is foreign to her അല്ലേ. അപ്പോൾ നോക്കുക, സെലി ഒരു കറുത്ത വർഗ്ഗക്കാരിയാണ്, അവളുടെ കളറ് കറുപ്പാണ് അല്ലേ. അപ്പോൾ പിന്നെ എന്തിനാണ് അവൾ വെളുത്ത ഒരു ദൈവത്തെ സങ്കല്പിക്കുന്നത്? കറുത്ത ദൈവത്തെ സങ്കല്പിച്ചുകൂടെയോ എന്നുള്ളതാണ് ചോദ്യം. നോക്കപ്പോൾ ഇവൾ കറുത്ത വർഗ്ഗക്കാരിയാണ് അല്ലേ, കറുത്ത കളറാണ്, ദൈവം വെളുത്ത കളറാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവർ തമ്മിലൊരു സ്വരച്ചേർച്ചയില്ല. സംവാട്ട് ഫോറിൻ അല്ലേ. ഗോഡ് ദാറ്റ് ഈസ് ഫോറിൻ ടു ഹെർ ക്രിയേറ്റഡ് ബൈ വൈറ്റ് പീപ്പിൾ. വെളുത്ത വർഗ്ഗക്കാർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചില കൺസെപ്റ്റുകളുണ്ട്. നമ്മൾ യേശുവിൻ്റെ ഇവിടെ ജീസസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ജീസസിൻ്റെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല വെളുത്ത സുന്ദരനായിട്ടുള്ള ജീസസാണ്. അതിനേക്കാൾ പ്രധാനമായിട്ട് പറയപ്പെടുന്നത് ആ ജീസസിൻ്റെ മുടി ചുരുണ്ട് വെളുത്ത അല്ലേ, അല്ലെങ്കിൽ സായിപ്പിൻ്റെയൊക്കെ മുടി പോലെ അങ്ങനത്തെ കളറിലുള്ള എന്താ പറയുക മുടിയാണ് ഈ പറയുന്ന ജീസസിൻ്റെ ചിത്രങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത്, അല്ലാതെ കറുത്ത മുടിയല്ല അല്ലേ. അപ്പോൾ അവിടെയും എന്തുണ്ട്, ഒരു 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 വൈറ്റ് സുപ്രീമസി നമുക്കവിടെ കാണാൻ പറ്റും. ഇനി അവിടെ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നമ്മുടെ ഭഗവാന്മാരെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ദൈവങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള ദൈവങ്ങളാണ് അല്ലേ, ദേവതകളാണ്, ദേവിമാരാണ്. അതിൽ കുറച്ചെങ്കിലും മോശക്കാരൻ എന്ന് പറയുന്നത് ശിവനാണ്, പരമശിവനാണ്. ഇപ്പോൾ കാര്യമായിട്ട് പട്ടും പുടവയൊന്നും ഇല്ലാത്ത മരത്തൊലിയും അല്ലെങ്കിൽ പുലിത്തോലും ഒക്കെ എടുത്ത് പാമ്പിനെ ആഭരണമാക്കിയിട്ടൊക്കെ ഇരിക്കുന്നത് ഈ പരമശിവൻ മാത്രമാണ് അല്ലേ. കളറും അത്ര തന്നെ ഫെയർ അല്ല, കുറച്ച് ഡാർക്കാണ് കളർ. അല്ലാത്തവരൊക്കെ ഭയങ്കര സൗന്ദര്യമുള്ള ദൈവങ്ങളാണ്. ഇസിൻറ്റ് ഇറ്റ്? അപ്പോൾ ഇവിടെ ഈ പറയപ്പെടുന്ന സെലി ആരാധിക്കുന്ന ദൈവം വെളുത്ത വർഗ്ഗക്കാർ കാണിച്ചു കൊടുത്ത ദൈവത്തെയാണ് എന്ന് ആര് സൂചിപ്പിക്കുന്നു? ഷഗ് സൂചിപ്പിക്കുന്നു. സെലി തിങ്സ് ദിസ് മേക്ക് സെൻസ്. ഈ ആലോചിച്ചപ്പോൾ സെലിക്ക് മനസ്സിലായി, ശരിയാണല്ലോ, എന്തിനാണ് ഞാൻ വെള്ളക്കാർ പറയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്? സോ ദിസ് മേക്ക് സെൻസ് ഇൻ ലൈറ്റ് ഓഫ് വാട്ട് നെറ്റി വൺസ് ടോൾഡ് ഹെർ. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുക, നെറ്റി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്താ, ദാറ്റ് ജീസസ് ഹാഡ് ഹെയർ അല്ലേ. ജീസസിന് ഹെയർ ഉണ്ട്, ഏതുപോലെ, ലൈക്ക് ലാംസ് വൂൾ, ചെമ്മരിയാടിൻ്റെ വൂൾ അല്ലേ, അതിൻ്റെ രോമം പോലെ ചുരുണ്ട വെളുത്ത രോമങ്ങൾ ആർക്കുണ്ട്, അല്ലെങ്കിൽ ഹെയർ ആർക്കുണ്ട്, ജീസസിനുള്ളതായിട്ട് സിസ്റ്റർ നെറ്റിയും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ജീസസിന് ആഫ്രിക്കക്കാരുടെ മുടി കണ്ടിട്ടുണ്ടോ? കറുത്ത വർഗ്ഗക്കാരുടെ അല്ലേ, കറുത്ത ചുരുണ്ട ചെറിയ രോമം മുടികൾ. എന്തുകൊണ്ട് അത്തരത്തിൽ ജീസസിന് മുടി കൊടുത്തില്ല? നമ്മൾ കണ്ട ചിത്രങ്ങളാണ് ഇതൊക്കെ, ചിത്രം വരച്ചതല്ലേ. ജീസസിനെ നേരിട്ട് കണ്ട ആരെങ്കിലും ഇപ്പം ഉണ്ടോ? ഇല്ല. പണ്ടപ്പോഴേലും വരച്ചു വെച്ചിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ. എങ്കിലും എന്താ പറയുക, ഈ പറയപ്പെടുന്ന അങ്ങനത്തെ ഒരു ആഫ്രിക്കക്കാരുടെ മുടിയൊന്നല്ല കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ ഷഗിൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ദീസ് ആർ ഓൾ ക്രിയേറ്റഡ് ബൈ ദ വൈറ്റ് മാൻ. നമ്മൾ എന്തിനാണത് ഫോളോ ചെയ്യുന്നത് എന്നുള്ളൊരു മെസ്സേജ് ഷഗ് സെലിക്ക് നൽകുന്നു. Shek goes on to say that God is inside her and all around, and that she, when younger, went from believing that God was a white man to believing
that God was found in nature, even found in human pleasure. Sally has trouble believing this at first, thinking that perhaps Shaggy is the one blaspheming, but Shrek replies that all God wants to do is love and to be loved. നോക്കുക. സോ ഷെഗിന് വളരെ മനോഹരമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ദൈവത്തെക്കുറിച്ചുള്ളത് കേട്ടോ. ഗോസ് ഓൺ ടു സേ ദാറ്റ് ഗോഡ് ഈസ് ഇൻസൈഡ് ഹെർ. ഷെഗ് പറയുന്നത് എന്താ, ദൈവം എൻ്റെ ഉള്ളിലുണ്ട്. ആൻഡ് ഓൾ അറൗണ്ട്, അല്ലേ, ചുറ്റുപാടും ദൈവമുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഷീ വെൻ യങ്ങർ വെൻ ഫ്രം ബിലീവിങ് ദാറ്റ് ഗോഡ് വാസ് എ വൈറ്റ് മാൻ. ചെറുപ്പത്തിൽ ഞാനും വിശ്വസിച്ചിരുന്നു ദൈവം ഒരു വെളുത്ത വർഗ്ഗക്കാരനാണ്, വൈറ്റ് മാൻ ആണ് എന്നുള്ളൊരു വിശ്വാസം ഷെഗിനും ചെറുപ്പത്തിലുണ്ടായിരുന്നു. ടു ബിലീവിങ് ദാറ്റ് ഗോഡ് വാസ് ഫൗണ്ട് ഇൻ നേച്ചർ, ഈവൻ ഫൗണ്ട് ഇൻ ഹ്യൂമൻ പ്ലഷർ. അല്ലേ, ഇപ്പോൾ അവൾ വിശ്വസിക്കുന്നത് എന്താണ്, ഗോഡ് വാസ് ഫൗണ്ട് ഇൻ നേച്ചർ, ദൈവം പ്രകൃതിയിലുണ്ട്, അല്ലേ, ഈവൻ ഫൗണ്ട് ഇൻ ഹ്യൂമൻ പ്ലഷർ, മനുഷ്യൻ്റെ സന്തോഷങ്ങളിൽ ദൈവമുണ്ട് എന്ന് അവൾ പറയുന്നു. സെലി ഹാസ് ട്രബിൾ ബിലീവിങ് ദിസ് അറ്റ് ഫസ്റ്റ്. ആദ്യമൊക്കെ സെലിക്ക് ഇത് കേട്ടപ്പോൾ വിശ്വസിക്കാനൊരു മടി. അതല്ല, ഇനി ഷെഗാണോ ബ്ലാസ്ഫമീസ് ചെയ്യുന്നത്, അല്ലേ, ഷെഗാണോ ദൈവദോഷം പറയുന്നത്, കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഷെഗാണോ? ബട്ട് ഷെഗ് റിപ്ലൈസ് ദാറ്റ് ഓൾ ഗോഡ് വാണ്ട്സ് ടു ഡു ഈസ് ലവ് ആൻഡ് ടു ബി ലവ്ഡ്. അല്ലേ, ദൈവത്തിനും എന്താണ് ആവശ്യം, ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. അല്ലേ, അതായത് സ്നേഹിക്കപ്പെടുക. അല്ലേ, അപ്പോൾ സ്നേഹം എന്ന് പറയുന്നൊരു മെസ്സേജാണ് എല്ലാ ദൈവത്തിനും കൊടുക്കാനുള്ളത്. എല്ലാവരും പരസ്പരം സ്നേഹത്തോടു കൂടി കഴിയണം. അല്ലേ, പരസ്പരം സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെയും ആവശ്യം. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നും ഷെഗ് സെലിയോട് പറയുന്നു. Sally continues in the letter by saying to Nettie that she is trying to find God outside of man, to find God in nature, in rocks and trees and grass. But this is hard work because it involves unlearning a lifetime of white Christian teaching. Sally says she is doing her best to be spiritual in this new way, Shek's way. നോക്കുക, സെലി ആ ലെറ്റർ നെറ്റിക്ക് എഴുതിയ കത്തിൽ തുടരുന്നു. ബൈ സേയിങ് ടു നെറ്റി ദാറ്റ് ഷീ ഈസ് ട്രൈങ് ടു ഫൈൻഡ് ഗോഡ് ഔട്ട് സൈഡ് ഓഫ് മാൻ. അല്ലേ, മനുഷ്യൻ്റെ പുറത്ത് ദൈവത്തെ കാണാനാണ് അവൾ ശ്രമിക്കുന്നത് എന്ന് നെറ്റിയോട് സെലി പറയുന്നു. എവിടെ? ടു ഫൈൻഡ് ഗോഡ് ഇൻ ദ നേച്ചർ, പ്രകൃതിയിൽ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇൻ റോക്സ്, ട്രീസ് ആൻഡ് ഗ്രാസ്, കല്ലിലും പാറക്കെട്ടുകളിലും മരങ്ങളിലും പുല്ലിലും ദൈവമുണ്ടോ എന്നുള്ളതാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ബട്ട് ദിസ് ഈസ് ഹാർഡ് വർക്ക്, അത് കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ബട്ട് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് അൺലേണിങ് എ ലൈഫ് ടൈം ഓഫ് വൈറ്റ് ക്രിസ്ത്യൻ ടീച്ചിങ്. അല്ലേ, എന്താണ് ആ ബുദ്ധിമുട്ട് എന്ന് പറയാനുള്ള കാരണം? ഇറ്റ് ഈസ് അൺലേണിങ് എ ലൈഫ് ടൈം ഓഫ് വൈറ്റ് ക്രിസ്ത്യൻ ടീച്ചിങ്. അല്ലേ, അതായത് അൺലേണിങ്, പഠിച്ചതൊക്കെ മറക്കുക, മാറ്റുക. എന്താ പഠിച്ചത്? എ ലൈഫ് ടൈം, ഒരു ജീവിതകാലം മുഴുവൻ പഠിച്ച കാര്യങ്ങളെ മാറ്റി വെക്കണം. അല്ലേ, ഓഫ് വൈറ്റ് ക്രിസ്ത്യൻ ടീച്ചിങ്, ഇതുവരെ വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ പഠിപ്പിച്ച് തന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? മറക്കണം. അവർ പറയുന്നത് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനാണ്, അവർ പറയുന്നത് യേശുവിൻ്റെ വെളുത്ത നിറാണ്, അവർ പറയുന്നത് യേശുവിന് സ്വർണ്ണത്തലമുടിയാണ് എന്നുള്ളതാണ്. അല്ലേ, അപ്പോൾ ഇതൊക്കെ മാറ്റി വെക്കണം. എന്നിട്ട് വേണം പ്രകൃതിയിലേക്ക് ഇറങ്ങാൻ, ദൈവത്തെ അന്വേഷിക്കാൻ. അതാ പറയുന്നത് ഇറ്റ് ഈസ് ഹാർഡ് വർക്ക്. അല്ലേ, നമ്മൾ ഇത്രയും കാലം എന്താണോ വിശ്വസിച്ചത് ആ വിശ്വാസത്തെ മുഴുവൻ തുടച്ചു മാറ്റണം. എളുപ്പമാണോ? ഒരിക്കലും അല്ല. അല്ലേ, സെലി സേസ് ഷീ ഈസ് ഡൂയിങ് ഹെർ ബെസ്റ്റ് ടു ബി സ്പിരിച്വൽ ഇൻ ദിസ് ന്യൂ വേ. അപ്പോൾ ഈ പുതിയ രീതിയിൽ ഞാൻ എൻ്റെ സ്പിരിച്വൽ ആവാൻ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കും എന്നുള്ളതാണ്. ദൈവത്തെ കണ്ടെത്താൻ ഞാൻ അങ്ങേയറ്റം പ്രയത്നിക്കുന്നു. ഈ പുതിയ വേ, ഏത് വേയിലൂടെയാണ്? ദ വേ ഷോൺ ബൈ ഷെക്സ് വേ. അല്ലേ, ഷെഗിൻ്റെ ഈ വഴിയിലൂടെ ഞാനും സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഈ ഒരു കാര്യം അവസാനിപ്പിക്കുന്നത്. നമുക്ക് ആ ഒരു ചാപ്റ്റർ അവസാനിച്ചിട്ടില്ല, അതിൻ്റെ ബാക്കി കൂടിയുണ്ട്. അത് നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിലായിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.